നോക്കുമ്പോൾ ഇന്ത്യ ഒരു ചെറിയ തീരുമാനം മാറ്റിയാൽ പോലും ലോകത്തിന്റെ ഭക്ഷ്യവിപണിയും വ്യാപാര വഴികളും വരെ നടുങ്ങും എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ഒന്നാമതായി, ലോക ഭക്ഷ്യസുരക്ഷയിൽ ഇന്ത്യക്കുള്ള വലിയ നിയന്ത്രണം തന്നെ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ അരി കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മൾ. 2023-ൽ ഇന്ത്യ ചില കയറ്റുമതികൾ പെട്ടെന്ന് നിയന്ത്രിച്ചപ്പോൾ ആഫ്രിക്ക മുതൽ ഏഷ്യ വരെ ഭക്ഷ്യവിലകൾ ഒറ്റയടിക്ക് കുതിച്ചുയർന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത്, കോടിക്കണക്കിന് ആളുകളുടെ വിശപ്പകറ്റാനുള്ള താക്കോൽ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കയ്യിലാണ്. രണ്ടാമതായി, ലോകവ്യാപാരത്തിന്റെ നട്ടെല്ലായ കടൽപാതകളുടെ കാര്യം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയായ മലാക്ക കടലെടുക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വഴി കൃത്യമായി നിരീക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ചൈനയുടെ വലിയൊരു എണ്ണ ഇറക്കുമതി പോലും ഇതിലൂടെയാണ് കടന്നുപോകുന്നത്. ചുരുക്കത്തിൽ, ലോകവ്യാപാരത്തിന്റെ ഈ ജീവനാടി ഇന്ത്യയുടെ കയ്യിലുള്ള ഒരു ടോൾ പ്ലാസ പോലെയാണെന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. അവസാനമായി, ഇന്ത്യയുടെ ആ നെഗറ്റീവ് വീറ്റോ പവർ. നമ്മൾ ഒരായുധവും എടുക്കേണ്ട കാര്യമില്ല. ഇന്ത്യ വെറുതെ ഒന്ന് നിസ്സഹകരിച്ചാൽ മതി, ലോകത്തെ ഏതു വലിയ പദ്ധതിയും പരാജയപ്പെടും. ഉദാഹരണത്തിന്, കാലാവസ്ഥാ മാറ്റങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ സ്വന്തമായി കൽക്കരി ഉപയോഗം കുറയ്ക്കില്ല എന്ന് തീരുമാനിച്ചാൽ മാത്രം മതി. ആഗോള ലക്ഷ്യങ്ങൾ മുഴുവൻ തകർന്നടിയും. ഇന്ത്യ ഇന്നൊരു സാധാരണ രാജ്യമല്ല, മറിച്ച് ആഗോളക്രമത്തെ നിയന്ത്രിക്കുന്ന വൻ ശക്തിയാണെന്ന ഈ യാഥാർത്ഥ്യം നമ്മൾ നന്മയ്ക്കായി ഉപയോഗിക്കുമോ അതോ നഷ്ടപ്പെടുത്തുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.